മൂന്നാഴ്ചക്കാലം നീണ്ടുനിന്ന നിലമ്പൂരിലെ പ്രചാരണത്തിന് കൊട്ടിക്കലാശമാകുന്നു. ആവേശം പാരമ്യത്തിലാണ്. ഏറ്റവും ആവേശകരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് പോകുന്നു നിലമ്പൂരിലെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളും ആ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നു. PV അൻവർ മാത്രമാണ് കൊട്ടിക്കലാശത്തിൽ ഭാഗമാകുന്നില്ല. 3 പ്രധാനപ്പെട്ട മുന്നണികളും LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ചേർന്ന് വലിയ ആവേശം സൃഷ്ടിക്കുന്നു. ആ ടൗണിൽ കാണാൻ നമുക്ക് M. സ്വരാജ് LDF സ്ഥാനാർത്ഥി വാഹനത്തിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകർക്കൊപ്പം ആവേശത്തിന്റെ ഭാഗമാകുന്നത്. M. സ്വരാജിന്റെ സംഘത്തിനൊപ്പം പ്രവർത്തകർക്കൊപ്പം അവിടെ വലിയ ബാൻഡ് മേളങ്ങൾ, പാട്ട് എല്ലാമുണ്ട്. ഒപ്പം തന്നെ UDF-ന്റെ അവിടെ ഒട്ടും കുറവല്ല. എല്ലാവരും ഒപ്പത്തിനൊപ്പം നിന്നാണ്. ഒരു തരത്തിൽ ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ലാത്ത തരത്തിൽ ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം എങ്ങനെയാണോ അതുപോലെ തന്നെ കൊട്ടിക്കലാശത്തിലുമുണ്ട് പ്രകടമായിട്ടുള്ളൊരു പോരാട്ടം. അത് ഏറ്റവും മിഴിവാർന്നതാക്കുന്നത്, ഏറ്റവും ഗാംഭീര്യമേറ്റുന്നത്, ഇതെല്ലാം ഈ പ്രവർത്തകരെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ഓളത്തിലാണ്. ആ ഓളം അത് ഏറ്റവും ഗംഭീരമായി നീങ്ങുകയാണ്. നമുക്ക് കാണാം ആ ഒറ്റ ഇടത്തു നിന്ന് തന്നെ 2 സ്ഥാനാർത്ഥികളെയും 2 ഇടങ്ങളിലായി തന്നെ നിന്ന് 2 പ്രവർത്തകരെ 2 ഇടങ്ങളിലായി ബാരിക്കേഡുകൾ തിരിച്ച് തന്നെ മാറ്റിയിരിക്കുന്നു. കൂടുതൽ പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ ഒരു മുൻകരുതൽ അവിടെയുണ്ട്. മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ മഴയത്തും ആവേശം ചോരുന്നില്ല എന്നുള്ളതാണ്. കുടയില്ലെങ്കിൽ പോലും മഴയത്ത് നനഞ്ഞും അവർ പ്രവർത്തകർ അത്തരത്തിൽ ആവേശം തുടരുന്നു. ഒരു തരത്തിൽ പോലും പിന്നോട്ടില്ല. 6 മണി വരെ ഈ പോരാട്ടം തുടരും. അത് കൊട്ടിക്കലാശത്തിലെ പോരാട്ടമാണ്. ആവേശം ജനിപ്പിക്കുന്ന, ഏറ്റവും മിഴിവേറ്റുന്ന പോരാട്ടമാണ്. വലിയ മഴ പെയ്യുന്നു ഇപ്പോൾ നിലമ്പൂരിൽ. മഴയത്ത് നമുക്ക് കാണാം എല്ലാവരും ചേർന്ന്, ഒരാൾ പോലും മാറി നിൽക്കാതെ എല്ലാവരും ആദ്യം കണ്ട തിരക്കെന്തോ അത് തന്നെ അവിടെ തുടരുന്നു. മഴയ്ക്കോ അല്ലെങ്കിൽ കാറ്റിനോ വെയിലിനോ ഒന്നിനും മാറ്റി നിർത്താൻ കഴിയാത്തൊരു ആവേശമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ LDF നേതൃത്വം UDF നേതൃത്വം ഒക്കെ പറയുന്ന പോലെ ഈ കാണുന്ന ജനസാഗരം അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവർ ജനാധിപത്യത്തിന് നൽകുന്ന പിന്തുണയുടെ സാക്ഷ്യപത്രമാണ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഉറപ്പായും ഇതിന് ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഫലം കാത്തിരിക്കാൻ നമുക്ക് തിങ്കളാഴ്ച വരെ. തിങ്കളാഴ്ച ഈ സമയം നമ്മൾക്ക് ഏറെക്കുറെ വ്യക്തമാകും. ഈ സമയം നമുക്ക് അറിയാൻ കഴിയും ആരാണ് നിലമ്പൂരിലെ മനസ്സ് കീഴടക്കിയത്. കൊട്ടിക്കലാശത്തിന്റെ വിജയത്തിനോ അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിലെ മേന്മയ്ക്കോ അപ്പുറം ആരാണ് നിലമ്പൂരിനെ സ്വന്തമാക്കിയത് എന്ന് തിങ്കളാഴ്ച ദിവസം നമുക്ക് മനസ്സിലാക്കാം. എന്നാണെങ്കിലും സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടെ മഴയത്ത് നിന്ന് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുകയാണ്. കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥിയും മഴ നനയുന്നു, പ്രവർത്തകർ മഴ നനയുമ്പോൾ കൂടെ നിന്ന് തന്നെ LDF സ്ഥാനാർത്ഥി അവിടെ M. സ്വരാജ്, മറുവശത്ത് തുറന്ന വാഹനത്തിൽ ആരടൻ ഷൗക്കത്ത്, UDF സ്ഥാനാർത്ഥി മറ്റ് UDF യുവ നേതാക്കൾക്കൊപ്പം ചേർന്ന് ആ കൊട്ടിക്കലാശ വേദിയിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. ശബ്ദായനമാണ്. നിലമ്പൂർ ടൗണിൽ ഇപ്പോൾ പരസ്പരം ചെവിയിൽ സംസാരിക്കുക പോലും പ്രയാസകരമാണ്. അത്രമാത്രം ശബ്ദം, അത്രമാത്രം ഉച്ചത്തിലാണ് അവിടെ താളമേളങ്ങളും അല്ലെങ്കിൽ സംഗീതവും പാട്ടും ഒക്കെ അലയടിക്കുന്നത്. കടലോളമല്ല, അതിനേക്കാളും ഉപരിയായി വാനോളം ആകാശം ഉയരുകയാണ് നിലമ്പൂരിൽ. കൊട്ടിക്കലാശം ആവേശമാക്കി പ്രവർത്തകർ ഓരോ നിമിഷവും നിലമ്പൂരിന്റെ ആ കൊട്ടിക്കലാശത്തിന്റെ സമയത്തെ ഗംഭീരമാക്കുകയാണ്. UDF-ന്റെയും NDA-യുടെയും LDF-ന്റെയും 3 മുന്നണികളെയും പ്രവർത്തകർ.